ബലിപെരുന്നാൾ ദിനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി നൽകിയത് തീവ്ര മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന്. പെരുന്നാൾ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയ ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉത്തരവിറക്കിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ പിന്നീട് അവധി നൽകിയത്. അഖിൽ പാലോട്ടുമഠം വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ആദ്യം അവധി മാറ്റിയതായി പറയുന്നു. ബലിപെരുന്നാൾ നാളെ കേരളത്തിൽ നാളെ എന്ന് പറയുന്നു. നാളെ അവധി പ്രഖ്യാപിക്കുന്നു. പക്ഷെ പിന്നീട് വീണ്ടും തിരുത്തി ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു. അത് മണിക്കൂറുകളുടെ പോലും വ്യത്യാസമില്ല, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരു മാറ്റം വരുന്നു. എന്ത് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാകണം സർക്കാർ ഇങ്ങനെ നിലപാടുകൾ മാറ്റിമറിക്കുന്നത്? വീണ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വർത്തമാന കേരളത്തിൽ ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപനമല്ലാതെ മറ്റെന്തു നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് നമുക്കിതിൽ ചോദിക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യം ഈ അവധി പ്രഖ്യാപിക്കുമ്പോൾ, അതായത് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും അതിനുശേഷം നാളേക്ക് അവധി മാറ്റി പ്രഖ്യാപിക്കുകയും ചെയ്ത സർക്കാരിന് മുമ്പിൽ ആദ്യം പരാതിയുമായി എത്തുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇതിൽ ആദ്യം തന്നെ രൂക്ഷമായ ഭാഷയിലൊരു പരാമർശം നടത്തുന്നത്. സർക്കാർ ഈ ചില നമ്മുടെ സമുദായത്തെയൊക്കെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ, സമുദായത്തിന്റെ ചില ആഘോഷങ്ങളെയൊക്കെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് പോകുന്നു എന്ന PMA സലാമിന്റെ ഒരു പരാമർശം ഉണ്ടാകുന്നു. അതിനുശേഷം ചില തീവ്രമായ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ സർക്കാരിനെതിരെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ തന്നെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ അടിയന്തരമായി ഇന്നുകൂടി അവധി പ്രഖ്യാപിക്കുന്നത്. അവധി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും സർക്കാർ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു അവധി നൽകാൻ തീരുമാനമെടുത്തത്. രണ്ടാമത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൂടി അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണമായും അവധി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അവധി പ്രഖ്യാപനം സർക്കാർ നടത്തിയത്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സർക്കാരിന് അവിടുത്തെ മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ആവശ്യമായുണ്ട്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു അവധിയുടെ കാര്യത്തിൽ ആ ഒരു വിഭാഗത്തെ പിണക്കിയാൽ അത് തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുമെന്നുള്ള ഒരു മുഖവില എടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ അവധി പ്രഖ്യാപനത്തിൽ സർക്കാർ ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് കാട്ടിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട അവധി വേണമെന്ന SNDP യോഗം ആവശ്യപ്പെടുന്ന സമയത്ത് അത് പരിശോധിക്കാമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ സർക്കാർ തീരുമാനമെടുത്തത്, മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ഈ SNDP യോഗത്തിന്റെ വിവിധ മഠങ്ങളടക്കം, ശിവഗിരി മഠം അടക്കമുള്ള ചില സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി അവധിയായി പ്രഖ്യാപിക്കുന്നത്.